ഹാപ്പി ക്രിസ്മസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ഐ മേക്കപ്പ് ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇതൊരു പാർട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെഡിങ്ങിന് ഐ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു മേക്കപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന് മേക്കപ്പ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കൺസീലറാണ്. മേബിലൈൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. മേബിലൈൻ്റെ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണിന് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോപ്പാസ് ഹുദ ബ്യൂട്ടിയുടെ ടോപ്പാസ് ഫിസ്സിഷ്യൻ പാലറ്റ് എടുത്തിട്ട് അതിൽ ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആംഗുലർ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒരു വിങ് വരച്ചു കൊടുക്കുകയാണ്. അതിന് മുമ്പ് രണ്ട് ഭാഗത്തും ഞാൻ ജസ്റ്റ് ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ബ്രൗൺ കളർ എടുത്തിട്ട്, ലൈറ്റ് അല്ല ഒരു റെഡിഷ് ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്താണ് ഗ്ലേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫ്റ്റ് പിസ്ട്രാസ് സ്പൈസ് പാലറ്റ് എടുത്തിട്ട് അതിൽ ഗോൾഡൻ ഷെയ്ഡ്, നിങ്ങൾ ഈ പാലറ്റ് തന്നെ വാങ്ങണമെന്നില്ല, ഇതേപോലത്തെ ഷെയ്ഡുള്ള ഏത് പാലറ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിൽ ഗോൾഡൻ കളർ രണ്ട് ഐയിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് സെൻറ്റർ വരെ മാത്രം അപ്ലൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഒരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് പ്രിസിഷന് വേണ്ടിയിട്ട് കറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഗോൾഡൻ ഷെയ്ഡും ആ ബ്രൗൺ ഷെയ്ഡും കൂടെ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ ഞാൻ എടുക്കുന്നത് മാക്കിൻ്റെ കൺസീലറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. NC42 ആണ് എൻ്റെ ഷെയ്ഡ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടാപ്പിംഗ് മോഷനിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അതേപോലെ ബാക്കിൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പിമ്പിൾസിലോട്ട് അതേപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫിസിഷ്യൻ ഫാമിൻ്റെ ദ ഹെൽത്തി ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനൊരു പമ്പിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പമ്പല്ല, ഒറ്റ പ്രാവശ്യം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കിൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കോൺട്ര ചെയ്യാം. കോൺട്ര ചെയ്യുന്നത് എലഗാറിൻ്റെ കോൺട്ര വെച്ചിട്ടാണ്. എന്നിട്ട് കോൺട്ര ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളിലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നോസിൽ, ഹെഡിൽ, ചീക്കിൽ, അങ്ങനെ എവിടെയാണോ കോൺട്ര ചെയ്യേണ്ടത്, എവിടെയാണോ എനിക്കൊരു ഷാഡോ കിട്ടേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഹൈലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇത് മേബിലൈൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം ഞാൻ എവിടേക്കാണോ യൂസ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതേ സ്ഥലങ്ങളിലാണ് ഹൈലൈറ്റിംഗ് ഷെയ്ഡ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ആ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ
ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. കോണ്ടർ നല്ല ഷാർപ്പായി തോന്നാൻ വേണ്ടിയിട്ടാണ് കോണ്ടറിൻ്റെ അടിയിൽ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മെയ്ബിലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്ത് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഒരു ടാൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സൺകിസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ടാർട്ടിൻ്റെ ബ്രോൺസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബ്ലഷ് അപ്ലൈ ചെയ്താലോ? ഹോട്ട് മമ്മയുടെ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. ബാമിലെ ഹോട്ട് മമ്മ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഒരു ഗോൾഡൻ ഹൈലൈറ്റർ, ഗോൾഡൻ ഐന് ഗോൾഡൻ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്ലവർ ബ്യൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റാണ്. ഇതെനിക്ക് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ നല്ല ഹൈലൈറ്ററാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇനി ഞാൻ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഗ്രീൻ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനെന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു സിൽവർ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്താണ്. നിങ്ങൾക്ക് ഹൈലൈറ്റർ ആണെങ്കിൽ അത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. എൽഫിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസ് ഒന്നും പ്രിസൈസ് അല്ല. സോ ഏകദേശം പ്രിസൈസ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എസൻസിൻ്റെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഷസ് ഇഷ്ടമാണെങ്കിൽ ലാഷസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കോർസെറ്റ് കളർ ബാറിൽ സിൻഫുൾ മേറ്റിലെ കോർസെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മെറി ക്രിസ്മസ് ടു യു ഓൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ്.